ഹല്ലേലൂയ. ഒരു കൃപ ലഭിക്കാൻ വേണ്ടി ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് നോഹയുടെ കാലത്ത് കർത്താവ് അന്വേഷിച്ചു. എന്നെ കാണുന്നവർ, എന്നെ നോക്കുന്നവർ, എന്നെ അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആരെയും കണ്ടില്ല. കണ്ടത് ഒരുത്തനെ മാത്രം. ആരായിരുന്നു അത്? നോഹ. ഇന്ന് ഈ കാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയാകുന്ന സമാഗമ കൂടാരത്തിനുള്ളിൽ ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ സഭയാകുന്ന സമാഗമ കൂടാരത്തിനുള്ളിൽ ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഹാളില് ഈ സമാഗമ കൂടാരത്തിനുള്ളിൽ ഇരിക്കുന്ന വാഗ്ദാന പേടകമായ ക്രിസ്തു ഇതാ നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. ഞാൻ നോക്കിക്കാണുമ്പോൾ നോഹയെ പോലെ വരപ്രസാദം ലഭിക്കുവാൻ, കൃപ ലഭിക്കുവാൻ യോഗ്യതയുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. എത്ര പേര് ഇരിപ്പുണ്ട്? അതാണ് കർത്താവ് ഇന്ന് ചോദിക്കുന്ന ചോദ്യം. നോഹയ്ക്ക് 3 ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോഹയ്ക്ക് പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത്. നോഹയുടെ ക്വാളിറ്റി അതാണ് നോഹയിലൂടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കുടുംബത്തെ എല്ലാവരും നിങ്ങൾ ചേർത്ത് വെക്കണമെങ്കിൽ നീയാകുന്നവൻ ആ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറായാൽ നിന്നിലൂടെ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അങ്ങനെ നോഹ എന്ന വ്യക്തി, അവനിൽ കൃപ ലഭിച്ചപ്പോൾ അവനിലൂടെ ബാക്കി 7 പേരും ആ പെട്ടകത്തിനകത്തേക്ക് കടന്നു വന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ഏറ്റെടുക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന്, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്തേക്ക് നിനക്ക് കയറുവാൻ സാധിച്ചാൽ നിന്റെ പിന്നാലെ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് നോഹയെ തിരഞ്ഞെടുക്കുന്ന, നമ്മുടെ പെട്ടകത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നോഹയുടെ ക്വാളിറ്റി എന്നിലുണ്ടെങ്കിൽ നീയും ഞാനും പ്രവേശിക്കും. ഹല്ലേലൂയ. നോഹയ്ക്ക് 3 ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വാളിറ്റി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് നോഹയുടെ ആദ്യത്തെ ക്വാളിറ്റി. നോഹ ആരായിരുന്നു? അവൻ നീതിമാനായിരുന്നു. കറയറ്റ കളങ്കമറ്റ ഒരു നീതിമാനായിരുന്നു നോഹ. ഹല്ലേലൂയ. കർത്താവ് ദുഷ്ടത നിറഞ്ഞു നിന്ന ലോകത്ത്, ശ്രദ്ധിച്ച് കേൾക്കുക, ദുഷ്ടത നിറഞ്ഞു നിന്ന ലോകത്ത് കർത്താവ് ഭൂമിയെ നോക്കി, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും നോക്കി കണ്ടപ്പോൾ ആരെങ്കിലും എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ ഇതാ ഒരുത്തി അവിടെ ഇരിപ്പുണ്ട്, നീതിമാൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശുദ്ധന്മാരുടെയും ആ ചിത്രങ്ങൾ നമ്മളെ കാണിക്കുന്നതും പഠിപ്പിക്കുന്നതും അവരുടെ ജീവിതത്തിൽ നീതിയോടുള്ള ജീവിതമാണ്. ഈ മുമ്പിലിരിക്കുന്ന ഓരോ വിശുദ്ധന്മാരുടെയും ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവിടെ നീതിമാനെ കർത്താവ് കണ്ടെത്തുന്നുണ്ട്. പക്ഷേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, ശ്രദ്ധിച്ചു കേട്ടോ, 10-ാമത്തെ വാക്യം പറയുന്നു, ഭൂമിയിൽ ആരും തന്നെ നീതിമാന്മാരായി ഇല്ല. അങ്ങനെയുള്ളപ്പോഴാണ് ആരെ കണ്ടെത്തിയത്? കേട്ടില്ല? നോഹയെ കണ്ടെത്തിയത്. ഇവിടെ നോഹ നീതിമാനായി കർത്താവ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവായ ദൈവം നോഹയെ നീതിമാനായി കണ്ടത് അവൻ നീതിപൂർവം ദൈവീക ചിന്തകളിലൂടെ, ദൈവഭയത്തോടെ, ദൈവവിശ്വാസത്തോടെ, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവഭയമുള്ളവനായി ആ ഭൂമിയിൽ ജീവിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ ദുഷിച്ച കാലത്തും ഈ ദുഷ്ടത നിറഞ്ഞ കാലത്തും നിങ്ങളുടെ ജീവിതത്തിൽ നീതിയോടെ ജീവിക്കുവാൻ, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ജീവിക്കുവാൻ, ഇഷ്ടമുള്ള ജീവിത രീതി നയിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ.
ഹല്ലേലൂയാ. അപ്പൊ പലരും ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നു. ഹല്ലേലൂയാ, എനിക്കിങ്ങനെയൊക്കെ പറ്റൂ. ഹല്ലേലൂയാ, എൻ്റെ ജീവിതം ഇങ്ങനെ പറ്റൂ. കാരണം എൻ്റെ സഹോദരനോട് എനിക്ക് രമ്യതപ്പെടാൻ പറ്റില്ല, എൻ്റെ അമ്മയോട് എനിക്ക് രമ്യതപ്പെടാൻ പറ്റില്ല, എൻ്റെ മരുമകളോട് എനിക്ക് രമ്യതപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ഒരു നീതിയും എനിക്ക് വേണ്ട. അത് തന്നെ. ഹല്ലേലൂയാ, വേണ്ട. എന്നിട്ടും പറയും, കർത്താവേ എന്നെ അനുഗ്രഹിക്ക. കർത്താവ് പറയും, ഞാൻ അനുഗ്രഹിക്കാൻ വരുന്നുണ്ട്, പക്ഷെ നീ സ്വീകരിക്കാൻ തയ്യാറല്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. സ്വർഗം കാണുന്നൊരു ദൈവം നിന്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് നിന്നെ നോക്കിക്കാണുന്നു. ഇപ്പോൾ ഈ നിമിഷം ഈ ഹാളിൽ കർത്താവ് നോക്കിക്കാണുന്നു, ഇവിടെ എത്ര മക്കൾ നീതിമാന്മാരായിരിക്കുന്നു എന്ന്. ഹല്ലേലൂയാ. രണ്ടുപേരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ആരെയാണ് നീതിമാനായി മാറ്റുന്നത്? ആരാണ് ഈ നീതിമാൻ? ആരായി നീതിമാൻ? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണോ? അടുത്തിരിക്കുന്ന ചേച്ചിയാണോ? ആരാണ് നീതിമാൻ? ദൈവം ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവനാണ് നീതിമാൻ. ഹല്ലേലൂയാ. ആരാണ് നീതിമാൻ? ദൈവം ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവരാണ് നീതിമാൻ. എന്നാ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ? രണ്ടുപേരെന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. ദൈവം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 33-ാമത്തെ വാക്യം പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷ വിധി നടത്തുക? തിരഞ്ഞെടുത്തത് ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, ദൈവമാണ് ഒരു മനുഷ്യനെ നീതിമാനായി മാറ്റുന്നത്. ഹല്ലേലൂയാ. ഇപ്പോൾ ഒരാൾ നീതിമാനാകുന്നത് എപ്പോഴാണ്? ഒരു 3 കാര്യം പറയാം. എപ്പോഴാണ് ഒരാൾ നീതിമാനായി മാറുന്നത്? 1, പ്രവൃത്തി വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവൻ ആരോ അവനാണ് നീതിമാൻ. മനസ്സിലായോ? പിടികിട്ടിയോ? പ്രവൃത്തി അവൻ്റെ സംസാരങ്ങളേക്കാൾ ഉച്ചത്തിൽ നിൽക്കുന്നതാണ് അവൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയാ. ഒന്നുകൂടെ പറയാം, പ്രവൃത്തി അവൻ്റെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് ഒരു നീതിമാനായി കർത്താവ് കാണിക്കുന്നത്. നിന്റെ പ്രവൃത്തി നീ കാണിക്കാതെ നിന്റെ നാവ് കൊണ്ട് നീ വാചാലനാകുന്നുവെങ്കിൽ, നിന്റെ പ്രവൃത്തിയേക്കാൾ നിന്റെ വാക്കാണ് മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ നീ ഒരു നീതിമാനായി മാറില്ല. നിന്റെ പ്രവൃത്തി നിന്റെ സംസാരത്തേക്കാൾ ഉന്നതമായി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു നീ നീതിമാനായി കഴിഞ്ഞു. ഹല്ലേലൂയാ. നമ്മളറിയാം, പലരും പ്രവർത്തിക്കും, പക്ഷെ പ്രവർത്തിക്കുന്നത് അത് 1000 പേരോട് പറഞ്ഞാലേ സമാധാനമുള്ളൂ. ഹല്ലേലൂയാ. അല്ല, ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്നതൊക്കെ നടത്തി, എന്നാലേ എനിക്കൊരു സമാധാനമുണ്ടോ. അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നവരും അതേക്കുറിച്ച് വീമ്പിളക്കാതിരിക്കുന്നവനുമാണ് നീതിമാൻ. ഹല്ലേലൂയാ. എന്താ പറഞ്ഞ? നന്മ ചെയ്യുന്നവൻ അത് വീമ്പിളക്കാതിരിക്കുന്നവനാണ്. ഞാൻ ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു, 100 പേരോട് പറഞ്ഞാൽ അവൻ നീതിമാനാവോ? പാവപ്പെട്ട ഒരു വീട്ടിൽ അടുത്ത അയൽവാസി കടബാധ്യതയിൽ നിൽക്കുന്നു. ആ വ്യക്തിക്ക് ഞാൻ 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ട് ഞാൻ 10 പേരോട് പറഞ്ഞു ഞാൻ അവർക്ക് 1 ലക്ഷം രൂപ കൊടുത്തു. നീതിമാനാവോ? ഹല്ലേലൂയാ. കേൾക്കുന്നില്ല? സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. ശ്രദ്ധിക്കണം മക്കളെ, സാത്താൻ പല വിധത്തിൽ വരും. ഹല്ലേലൂയാ. ഉറങ്ങുന്നവരെ നിങ്ങൾ ഉറങ്ങിക്കോ, വീട്ടിൽ ഉറക്കം കിട്ടുന്നില്ല. ഹല്ലേലൂയാ. അല്ല, ശരിയല്ലേ? എന്തൊക്കെ ചിന്തിച്ച് നമ്മുടെ തല പോകുക. ഇവിടെ കർത്താവ് പറഞ്ഞു വാതിൽ അടഞ്ഞിട്ടില്ല, വാതിൽ തുറന്നു കിടക്കുക. ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ചിന്ത എവിടെയായിരിക്കണം? എവിടെയാ? ആഹാ, എവിടെയാ ചേട്ടന്മാരെ? എവിടെയാ നിങ്ങളുടെ ചിന്ത? വാതിലിൽ. ഏത് വാതിലാ? പെട്ടകമാകുന്ന ക്രിസ്തുവാകുന്ന വാതിൽ ഇതാ നിനക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. ആ വാതിൽ ഇതുവരെയും അടഞ്ഞിട്ടില്ല. ആ വാതിൽ നിനക്ക് പ്രവേശിക്കാൻ കർത്താവ് ഇതാ തുറന്നു നിർത്തിയിട്ടുണ്ട്. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ ആ പെട്ടകത്തിനകത്തേക്ക് നീ പ്രവേശിച്ചോ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ.
അടുത്ത് പറയുന്നു, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ ആരാണോ അവനാണ് നീതിമാൻ. ഹല്ലേലൂയ. കണ്ടോ, 3 കാര്യം ഞാൻ പറഞ്ഞു. അവൻ്റെ പ്രവൃത്തി വാക്കുകളേക്കാൾ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നീതിമാൻ. ചെയ്യുന്ന നന്മകൾ കൊട്ടിഘോഷിക്കാത്തവൻ നീതിമാൻ. അടുത്ത് പറയുന്നു, എന്താ പറഞ്ഞേ? തങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിനായിരിക്കണം? എന്തിനായിരിക്കണം ചേച്ചി? ആർക്ക് വേണ്ടിയായിരിക്കണം? ഭർത്താവിന് വേണ്ടിയായിരിക്കണം. ആർക്കാ? ദൈവത്തിന് വേണ്ടിയായിരിക്കണം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. ഇവിടെ 2 പേരെ കർത്താവ് കാണിച്ചു തരുന്നു, വ്യക്തമായി കർത്താവ് കാണിച്ചു തരുന്നു. ഏതാ? ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 10 വാക്യം വായിക്കുമ്പോൾ 2 പേരെ കർത്താവ് കാണിച്ചു തരുന്നു. 2 പേരുടെ ജീവിതം, ഒരു ചുങ്കക്കാരനും ഒരു ഫരിസേയനും. ഹല്ലേലൂയ. 2 പേരും നിൽക്കുക. ഒന്ന് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ചിന്ത ഞാൻ എവിടെ കൊണ്ടുപോകുന്നറിയാം? ആ ദേവാലയത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. 2 പേരെ നിങ്ങളെല്ലാവരും എൻ്റെ പിന്നാലെ വന്നോ, നമുക്ക് ടൂർ പോകാം. ഇതാ ജെറുസലേം ദേവാലയത്തിൽ, അവിടെ ഇതാ 2 പേര് നിൽപ്പുണ്ട്. 2 പേര് നിന്ന് ഒരുത്തം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നന്മ ചെയ്തു, ഞാൻ പള്ളിയിൽ പോയി, ഞാൻ കൂട്ടായ്മയിലുണ്ട്, ഞാൻ പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ട്, ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഓ, ഞാൻ ആരാ? വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചുങ്കക്കാരൻ എങ്ങനെയാ പ്രാർത്ഥിച്ച? ഞാൻ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? കേട്ടില്ലേ? നിന്റെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക്, ഞാൻ കർത്താവേ എന്നെ. ഹല്ലേലൂയ. ആ അവസാന വാക്യം, അത് വായിക്കുമ്പോൾ നിങ്ങൾ അവസാന വാക്യം നിങ്ങൾ കൂട്ടി വായിച്ചോ. അവൻ വീട്ടിലേക്ക് എങ്ങനെയാ മടങ്ങിപ്പോയത്? സന്തോഷത്തോടെ. അതിന് മുമ്പ് ഒരു വാക്കുണ്ട്, എന്താ? നീതിമാനായി അവൻ അവന്റെ വീട്ടിലേക്ക് കടന്നുപോയി. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വന്നതുപോലെയല്ല അവൻ തിരിച്ചവന്റെ വീട്ടിലേക്ക് പോയത്, നീതിമാനായി. അപ്പോൾ നീ നീതിമാനായി മാറണമെങ്കിൽ നീ അഹങ്കാരത്തോടു കൂടെയല്ല പോകേണ്ടത്, മറിച്ച് എളിമപ്പെട്ട് നിന്റെ സകലതും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ആദ്യത്തെ ക്വാളിറ്റി നിനക്ക് ലഭിച്ചു. ഹല്ലേലൂയ. 3 ക്വാളിറ്റി വേണം. 1ാമത്തെ ക്വാളിറ്റി തന്നെ ഇത്ര കട്ടിയ. അപ്പോൾ 2ഉം 3ഉം പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് കാണിച്ചു തരുന്നു ചുങ്കക്കാരനെ എത്രമാത്രം പവിത്രീകരിച്ചു. അവൻ പറഞ്ഞു, നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. നീ പ്രാർത്ഥിച്ചത് കൊണ്ട് നീ നീതിമാന്മാരായി മാറണമെന്നില്ല. നീ പ്രാർത്ഥന കൂട്ടായ്മയിൽ കടന്നുപോയി എന്നതിൻ്റെ പേരിൽ നീ നീതിമാനായി മാറില്ല. ഞാനിവിടെ വചനം പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിൽ ഞാൻ നീതിമാനായി മാറില്ല. മറിച്ച് ദൈവസന്നിധിയിൽ സകലതും തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. നിന്നിലൂടെ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നോഹയിലൂടെ തൻ്റെ 7 മക്കള്, തൻ്റെ കുടുംബത്തിലെ ഭാര്യയും ബാക്കിയുള്ള 3 മക്കളും മരുമക്കളും അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിന്നിലൂടെ നിന്റെ മക്കൾ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം നീതീകരിക്കപ്പെടണം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് വീണ്ടും 2 പേരെ കാണിക്കുന്നുണ്ട്. 2 വ്യക്തികളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. 2 പേരുടെയും ജീവിതത്തിൽ അവർ 2 പേരും നീതികേടാ കാണിച്ചത്. ഒന്ന് ഏസാവ്, ഒന്ന് യാക്കോബ്. ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ 2 മക്കളാ. ഹല്ലേലൂയ. ആരുടെ 2 മക്കളാ? ഇസ്ഹാക്കിന്റെ 2 മക്കൾ. ശ്രദ്ധിച്ച് കേട്ടോ. ഇസ്ഹാക്കിന്റെ 2 മക്കള് 2 പേരും നീതികേട് കാണിച്ചു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ഏസാവിനെ കുറിച്ച്: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് ഏസാവിനെ പോലെ ആരും അസന്മാർഗിക ധാർമ്മികതയോ ആകരുത്. നിങ്ങൾ അലസരായി നിങ്ങൾക്ക് ലഭിച്ച ദൈവിക അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഏസാവിനെ പോലെ മറ്റൊരുവൻ യാക്കോബ് തൻ്റെ സഹോദരനെ പറ്റിച്ച് കടിഞ്ഞൂലവകാശം നേടിയത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 2 പേരെ കർത്താവ് കാണിക്കുന്നു. 2 പേരും നീതികേട് കാണിച്ചു. എന്നാൽ കർത്താവ് അവിടെ ഒരുത്തനെ കർത്താവ് നീതിമാനായി മാറ്റുന്നതൊന്ന് കണ്ടേ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കി.
ഇവിടെ യാക്കോബ് കടന്നു പോകുകയാണ്. യാക്കോബ് കടന്നു പോയിട്ട് യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അവനും ഭാര്യയും അവൻ്റെ സമ്പത്തെല്ലാം ഒന്നുമില്ലാതെ അവൻ കടന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ അവൻ വലിയൊരു സമ്പന്നനായി ഒരു നദിക്കരയുടെ മുമ്പിൽ നിൽക്കുക. എവിടെ നിൽക്കണേ? ശ്രദ്ധിച്ചു, എവിടെ നിൽക്കണേ? ഒരു നദിക്കരയുടെ മുമ്പിൽ നിൽക്കുക. ഈ നദിക്കരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ഭാര്യ, 2 ഭാര്യയും തോഴിമാരും മക്കളും 11 മക്കളടങ്ങുന്ന അവൻ്റെ കുടുംബം, കന്നുകാലികളും അവൻ്റെ സമ്പന്നത മുഴുവനും ഇതാ ആ നദിക്കരയുടെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ആ യാക്കോബിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ഈ നദി കടന്നു കഴിഞ്ഞാൽ ഏസാവ് എന്നെ വെറുതെ വിടില്ല, അവൻ എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ യാക്കോബിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, എൻ്റെ സർവ്വതും ഞാൻ നദിക്കരയുടെ അപ്പുറത്തേക്കാക്കാം. അങ്ങനെ യാക്കോബ് 2 ഭാര്യയെയും 2 തോഴിയെയും 11 മക്കളെയും തൻ്റെ സമ്പത്ത് മുഴുവനും ആ നദിക്കരയ്ക്ക് അപ്പുറത്ത് നിർത്തിക്കൊണ്ട് യാക്കോബ് നദിയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു പ്ലാൻ ചെയ്തു. എന്താണ് പ്ലാന്? അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് നിലവിളിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടില്ല. രാത്രി 1 മണിയായി, 2 മണിയായി, 3 മണിയായി, 4 മണിയായി. ആ മൽപ്പിടുത്തം അവസാനിക്കുന്നില്ല. അവസാനം ദൈവം ചോദിക്കുകയാണ്, നിന്റെ പേര് എന്താണ്? ഹല്ലേലൂയ. കർത്താവിന് അറിയില്ലേ നാക്കോബിൻ്റെ പേര്? അറിയായിരുന്നോ? കർത്താവ് വചനത്തിലൂടെ പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്റെ നാമം എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ മുടിനാര് പോലും കൊഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അത് അറിയുന്ന ഒരു ദൈവം ഇവിടെ ചോദിക്കുകയാണ് യാക്കോബിനെ നോക്കി, നിന്റെ പേര് എന്ത്? ഹല്ലേലൂയ. ഇതേ ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ 32-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇതാ ഇസ്ഹാക്ക് ചോദിക്കുന്നു, നീ ആരാണ്? ഹല്ലേലൂയ. 2 ചോദ്യം വന്നു. ഒന്നെന്താ വന്നേ? ദൈവം ചോദിച്ചു നിന്റെ പേര്, അപ്പൻ ചോദിച്ചു നീ ആരാണ്. 2 ചോദ്യം ഇവിടെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, 2 ചോദ്യം ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? നീ ആരാണ്? ഹല്ലേലൂയ. ഇത് നിനക്ക് റിപ്പന്റ് ചെയ്യാൻ, മാനസാന്തരപ്പെടുവാൻ, കുമ്പസാരിക്കുവാനുള്ളൊരവസരം. ഇവിടെ യാക്കോബ് മാനസാന്തരപ്പെടുവാനുള്ള ഒരു ചോദ്യമാണ്, നിന്റെ പേര് എന്ത്? ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ ചിന്തിക്കാൻ തുടങ്ങി, നീ ആര്? നിന്റെ ഇടവകയിൽ നീ ആര്? നിന്റെ കുടുംബത്തിൽ നീ ആര്? നിന്റെ മക്കളുടെ മുമ്പിൽ നീ ആര്? നിന്റെ ഭാര്യയുടെ മുമ്പിൽ നീ ആര്? നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നീ ആര്? നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ നീ ആര്? ഇതാണ് ഇന്ന് കർത്താവ് ചോദിക്കുന്നത്. നിന്റെ സഭയുടെ മുമ്പിൽ നീ ആരാണ്? ഹല്ലേലൂയ. അവിടെയാണ് യാക്കോബ് സ്വയം ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് എന്താ പറഞ്ഞേ? ഔസേപ്പണ്ണൻ എന്നാണോ പറഞ്ഞേ? പിന്നെ എന്താ പറഞ്ഞേ? മലയാളിയല്ലേ? യാക്കോബ്. അപ്പൊ ദൈവം എന്താ പറഞ്ഞത് തിരിച്ച്? ഇന്നു മുതൽ ഞാൻ നിന്നെ യാക്കോബ് എന്ന് വിളിക്കില്ല, മറിച്ച് ഇസ്രായേൽ എന്ന് നിന്നെ ഞാൻ നാമകരണം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, നിനക്ക് പകരമായി എത്യോപ്യയും സേബിയയും ഞാൻ നൽകും. കണ്ട, ഒരുത്തൻ ഒരു പേര് ഏറ്റു പറഞ്ഞപ്പോൾ തന്നെ അവിടെ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് അമൂല്യനാണ്, പ്രിയങ്കരനാണ്, നീ വിലപിടിപ്പുള്ളവനാണ്, നീ എനിക്ക് അത്രമാത്രം സ്വീകാര്യനായ ഒരു പുത്രനാണ്. കണ്ടോ, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിനോട് ചോദിച്ചു നീ ആര് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇതാ നീ വിലപ്പെട്ടവനാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മളോടൊരു പേര് ചോദിക്കുമ്പോൾ നീ ആര് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരണം, ഞാൻ ആര്? ഹല്ലേലൂയ. എൻ്റെ സഭയുടെ മുമ്പിൽ ഞാൻ ആരാ? എൻ്റെ കുടുംബത്തിൽ ഞാൻ ആരാ? എൻ്റെ ഇടവകയിൽ ഞാൻ ആരാ? എൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞാൻ ആരാ? ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആരാ? ഇതാണോ നിങ്ങൾ? അല്ല. വാട്ട് ഈസ് എ ക്യാരക്ടർ? ദ ക്യാരക്ടർ ഈസ് വാട്ട് ആർ യു ഇൻ ഡാർക്ക്നെസ്. നീ ഇരുളിൽ എന്താണോ അതാണ് നീ. വെളിച്ചത്തിൽ കാണുന്നതല്ല നിന്റെ സ്വഭാവം. ഇരുട്ടത്ത് നീ എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയൂ. വെളിച്ചത്ത് കാണുന്നതല്ല നീ, മറിച്ച് യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞാൽ, വാട്ട് ആർ യു ഇൻ ഡാർക്ക്നെസ്
ഇരുളിൽ നീ എന്താണോ അതാണ് നീ, വെളിച്ചത്ത് കാണുന്നവനല്ല. ഹല്ലേലൂയ. അതാണ് കർത്താവ് ചോദിച്ചത്, നീ ആര്? ഹല്ലേലൂയ. വെളിച്ചത്ത് കാണുമ്പോൾ നമ്മൾ പറയും ഞാൻ ഏലിയാമ്മ, ഔസേപ്പ് ഏട്ടൻ, ജോർജ് ഏട്ടൻ, മറിയാമ്മ, പലതും പറയും. എന്നാൽ ഇരുളിലോ കുടുംബത്തെ തകർക്കാൻ നിൽക്കുന്ന ഒരു സമൂഹമായി മാറും. പെട്ടകത്തിലേക്ക്, വാഗ്ദാന പെട്ടകത്തിലേക്ക്, ക്രിസ്തു വാങ്ങുന്ന പെട്ടകത്തിലേക്ക് കയറാൻ നിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ക്വാളിറ്റി എന്തായിരുന്നു? ആദ്യത്തെ ക്വാളിറ്റി, നോഹയ്ക്ക് ഉണ്ടായിരുന്ന ക്വാളിറ്റി എന്താ? നിങ്ങൾ പിണങ്ങിയോ എന്നോട്? നിങ്ങൾ നല്ലവരാണ്, നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പുറത്ത് ഉഗാണ്ടയിലുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖം എന്നെക്കാളും കറുത്തു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യഥാർത്ഥമായി ഇവിടെ ഒരു ഫസ്റ്റ് നമ്മുടെ നോഹ ആ പെട്ടകത്തിനകത്ത് കയറിയതിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ ആരായിരുന്നു? അപ്പം നിങ്ങൾ ആരായി മാറണം? എങ്ങനെ നീതിമാനാകണം? ആരെയാ ദൈവം നീതിമാനാക്കുന്നത്? ഹല്ലേലൂയ. രണ്ടാമത്തെ നോഹയ്ക്ക് ഉണ്ടായിരുന്ന ക്വാളിറ്റി, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം, ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പ്രവർത്തിച്ചു. എന്താണ്? ദൈവം എന്താണോ കൽപ്പിച്ചത് അത് നോഹ അനുസരിച്ചു. ഹല്ലേലൂയ. അടുത്ത് നീ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള, യേശുവാകുന്ന പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഫസ്റ്റ് ക്വാളിറ്റി അനുസരണം. നീ അനുസരിച്ചാൽ നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അനുസരണയുള്ളവനായി മാറുക. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അനുസരണം എവിടെയുണ്ടോ അവിടെ 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 അനുഗ്രഹമുണ്ട്. അടുത്തിരിക്കുന്നവരെ നോക്കി ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ, എവിടെ അനുഗ്രഹമുണ്ടോ അവിടെ അനുസരണമുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ മക്കളെ, ഞാൻ പറഞ്ഞോ? എന്താ പറഞ്ഞേ? അനുസരണമുണ്ട്. അപ്പൊ അനുഗ്രഹം ഇല്ലാത്തതിന്റെ കാരണം എന്താ? പിടികിട്ടിയോ? അപ്പൊ ധ്യാനം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. അനുസരണം എനിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ചിന്തിച്ചോ, അനുഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട തടസ്സം എന്നിലെ അനുസരണമില്ലായ്മയാ. ഇവിടെ നോഹ കർത്താവ് പറഞ്ഞു അനുസരിച്ചു. കർത്താവ് പറഞ്ഞു അനുസരിച്ചു. 1 സാമുവേൽ 5-15 അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഒരു വചനം പറയുന്നു, സാമുവേൽ പറഞ്ഞു, തന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ, അനുസരിക്കുന്നത് ബലിയേക്കാൾ, ഭർത്താവിനെ അനുസരിക്കുന്നത് ബലിയേക്കാൾ, ഭാര്യയെ അനുസരിക്കുന്നത് ബലിയേക്കാൾ, സഭയെ അനുസരിക്കുന്നത് ബലിയേക്കാൾ. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം. എൻ്റെ ജീവിതത്തിൽ നമ്മൾ കരം വിരിച്ചു അപ്പാ അനുഗ്രഹിക്കണേ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ അനുസരിക്കടാ. പറ്റില്ല അപ്പാ അനുഗ്രഹിക്കണേ. എടാ അനുസരിക്കടാ, എന്നെ കൊണ്ട് പറ്റില്ല. ഹല്ലേലൂയ. രമ്യതപ്പെടാൻ പറ്റാത്തൊരവസ്ഥകളിലൂടെ കടന്നു പോകുന്നു നമ്മൾ. അനുസരണമില്ല. കർത്താവ് പറഞ്ഞു, ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ അച്ഛൻ പറയും, മക്കളെ നിങ്ങളുടെ കുടുംബം രമ്യതപ്പെടണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഭർത്താവിനോടൊപ്പം നിങ്ങൾ നല്ലതുപോലെ ജീവിക്കുക. അപ്പം കേട്ടിട്ട് ശരി അച്ഛ എന്നാ പറഞ്ഞു. വീട്ടിൽ പോകുമ്പോൾ കയറുമ്പോൾ തന്നെ കണ്ടോ, അനുസരണം ബലിയേക്കാൾ. പക്ഷെ എനിക്ക് ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഹല്ലേലൂയ. എനിക്കിതൊന്നും ബാധകമല്ല. നിനക്ക് വിദേശത്തേക്ക് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ കർത്താവിനനുസരിക്ക്. കർത്താവ് വ്യക്തമായി കാണിച്ചു തരികയല്ലേ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-8 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് എത്രമാത്രം അനുസരണയുള്ളവനാണ് എന്നോ, യേശു ക്രിസ്തു എത്രമാത്രം അനുസരണയുള്ളവനാണെന്ന് കാണിച്ചു തരുന്നു. കുരിശു മരണത്തോളം ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യന്റെ സാദൃശ്യത്തിൽ കാണപ്പെട്ടിട്ടും അവൻ കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി മാറി. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ.
ഇവിടെ ഇസ്രായേൽ ജനം വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഷൂർ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് ദാഹിച്ചപ്പോൾ മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ ആ മാറയിൽ നിന്നും ആ വെള്ളം കോരി കുടിച്ചപ്പോൾ ആ വെള്ളത്തില് കയ്പായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. ആ തടിയെടുത്ത് തടിയെടുത്ത് വെള്ളത്തിലിടാൻ പറഞ്ഞു. അപ്പോൾ ആ വെള്ളം എന്തായി മാറി? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു തടിയായി മാറാൻ പറ്റുമോ? ഹല്ലേലൂയ. കൈപ്പേറിയ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തടിക്കഷ്ടമായി മാറുവാൻ സാധിച്ചാൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൈപ്പേറിയ ആ വെള്ളം മധുരമാക്കി മാറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളാകുന്ന തടി ഒരു മധുരമായി മാറ്റ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നീ അനുസരിച്ചാൽ മാത്രം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ശേഖൻ എടുത്തുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അനുസരണം നിന്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കിയാൽ നീ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എത്ര പേരുണ്ടോ? നിങ്ങൾ എണ്ണി പേര് എഴുതി വെച്ചോ. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കും. വിശ്വസിക്കുന്നവർ മാത്രം വലതുകരം ഉയർത്തി പറയും ഹല്ലേലൂയ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അനുസരണം മതിയെന്നേ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട്. ഇവിടെ അതാ കർത്താവ് പറഞ്ഞേ, ആ തടിക്കഷ്ണം എടുത്ത് ആ വെള്ളത്തിലിട്ടതിൻ്റെ ഒറ്റ പേരില്ല കർത്താവ് പറഞ്ഞേ, നീ എന്നെ അനുസരിച്ചു, അതുകൊണ്ട് ഈജിപ്തിൽ വരുത്തിയ ഒരു മഹാമാരിയും നിന്നിലേക്ക് വരില്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, തിരിച്ചറിയേണ്ട കാര്യം ഞാനത് പെട്ടെന്ന് തീർക്കുക. നോഹയുടെ മൂന്നാമത്തെ ക്വാളിറ്റി എന്താ? ഒന്നാമത്തെ ക്വാളിറ്റി അവൻ നീതിമാനായിരുന്നു. രണ്ടാമത്തെ ക്വാളിറ്റി എന്തായിരുന്നു? അവൻ അനുസരിച്ചു. മൂന്നാമത്തെ ക്വാളിറ്റി, യേശു എന്ന പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള മൂന്നാമത്തെ ക്വാളിറ്റി, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവം നോഹയോട് അരുൾ ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടെ അവരെ ഞാൻ നശിപ്പിക്കും. ഹല്ലേലൂയ. നോഹയുടെ മൂന്നാമത്തെ ക്വാളിറ്റി, അവൻ വിശ്വസിച്ചു ഒരു ന്യായവിധി വരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് വിശ്വസിക്കുന്നു ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത്? ഹല്ലേലൂയ. എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങളെ, ഒരു ന്യായവിധി ഉണ്ട്. നോഹ വിശ്വസിച്ചു ഒരു ന്യായവിധിയുണ്ട്. പെട്ടകം പണിയാൻ അവനെടുത്ത വർഷങ്ങൾ എത്രയായിക്കൊള്ളട്ടെ, ആ വർഷം മുഴുവൻ നോഹ വചനം പ്രഘോഷിച്ച് നടന്നു. ഒരു ന്യായവിധി വരുന്നു. അപ്പോൾ ഒരാൾ പോലും ചെവി കൊടുത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്ന എൻ്റെ സ്വന്തം മക്കളെ, സഹോദരങ്ങളെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ മക്കളെ, ഇതാ നിങ്ങളോട് കർത്താവ് പറയുന്ന ഒരു ന്യായവിധി വരുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞു ഹല്ലേലൂയ. ഒരു ന്യായവിധി വരുന്നു. ഒരുങ്ങിക്കോ. നിന്റെ കൂടെ കടന്നു വരുന്ന നീ ചെയ്ത നന്മകൾ മാത്രമായിരിക്കും, തിന്മകളും കൂടെ വരും. ഹല്ലേലൂയ. ഓർക്കണം, മരണം വരുമൊരു നാൾ. കേൾക്കാൻ തുടങ്ങി കുറേ കാലമായി, എന്നിട്ടും ഞാൻ മാറുന്നില്ല. ഹല്ലേലൂയ. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യ നീ കൂടെ സൽക്കർമ്മങ്ങൾ. പക്ഷെ എൻ്റെ അലസത മാറിയിട്ടില്ല. നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ പലതും നിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും അത് നീ കണ്ടുപോകുമ്പോഴും നടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ മുമ്പിൽ എനിക്കൊന്നും സംഭവിക്കില്ല. ജലപ്രളയം വന്ന് പലരെയും എടുത്തു, എനിക്കൊന്നുമില്ല.
വയനാട്ടിൽ കുറെ പേര് പോയി, ടി വിയിലൂടെ കണ്ടു, എനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ കൂട്ടുകാരൻ പോയി, എനിക്കൊന്നും പറ്റിയില്ല. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പോയി, എനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, എൻ്റെ കയ്യിൽ സ്ഥാനങ്ങളുണ്ട്, ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ, കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തേക്കും മൃത്യു വരും. നീ 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കേറി ചെല്ലും. നീ എത്ര കെട്ടിടങ്ങൾ പണിഞ്ഞൊളിച്ചിരുന്നാലും അതിനകത്തേക്ക് മൃത്യു കേറി വരും. ഒരു ന്യായവിധിയുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഒരു ന്യായവിധി ഇതാ ഇപ്പോ ഇവിടെ വെച്ച് സംഭവിച്ച നീ എന്ത്? ഈ ആരാധനയ്ക്ക് മുമ്പ് കർത്താവായ ദൈവം കാഹളധ്വനിയിൽ മാലാഖമാരോടൊപ്പം ദേവഗണങ്ങളോടൊപ്പം മേഘത്തേരിൽ ഇറങ്ങി വരുമ്പോൾ ഈ പെട്ടകത്തിന്റെ വാതിൽ അടയും. ഹല്ലേലൂയ. പിന്നെ അതിനകത്ത് പ്രവേശിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പിന്നെ അടഞ്ഞു. പിന്നെ അടുത്തൊരു സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും. അതേതാ വാതില്? ന്യായവിധിയുടെ വാതിൽ. ഹല്ലേലൂയ. നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദൈവസന്നിധിയിൽ. ആരുടെ മുമ്പിൽ? ദൈവസന്നിധിയിൽ നീ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ നിന്റെ മുമ്പിലുള്ളതെല്ലാം നീ പറയേണ്ടി വരും. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസനായി ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതല്ല ഓരോ ക്രിസ്ത്യാനി. നീ ക്രിസ്ത്യാനി എന്ന പേര് നാമകരണം ചെയ്തു എന്നതിൻ്റെ പേരിൽ നീ സ്വർഗത്തിൽ പോകുമെന്ന് നീ വിശ്വസിക്കരുത്. ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്രിസ്തുവിനെ വഹിക്കുന്ന ക്രിസ്ത്യാനികളെ ദൈവത്തെ വഹിക്കുന്നവരാണ് നിങ്ങൾ. ന്യായവിധിയുടെ മുമ്പിലും ഏറ്റുപറയുവാൻ സാധിക്കണം, ഞാൻ നീതിമാനായിരുന്നു, ഞാൻ അനുസരിച്ചു, ദൈവമേ ഞാൻ വിശ്വസിച്ചു. അവിടെയേ നീ കയറുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മളോട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് എതിരിടുമ്പോൾ നിന്റെ ധൈര്യം നിലനിൽക്കുമോ? നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ? ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ചോദിക്കുക, ന്യായവിധിയുടെ അന്ന് നിന്റെ കരം ഉയർന്നു നിൽക്കുമോ ഇല്ലയോ? ഹല്ലേലൂയ. ഉയർന്നു നിൽക്കുമോ? നിൽക്കുമോ? നിങ്ങളോട് തന്നെ കൈ ഇങ്ങനെ വെച്ച് ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, തിരിച്ചറിയ ദൈവമായ കർത്താവ് വ്യക്തമായി നമ്മളോട് പറയുന്നു. ഇതാ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടുവാൻ വേറൊരു പേടകവും നൽകിയിട്ടില്ല. ഒരു പെട്ടകവും നമുക്കില്ല. ഒരേ ഒരു പെട്ടകമേ ഉള്ളൂ. അതാ വാതിൽ അടയപ്പെടാത്തൊരു പെട്ടകം, ക്രിസ്തുവാകുന്ന പെട്ടകം ഇതാ നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ ആ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൻ്റെ മുമ്പിലൂടെ നീ കടന്നു പോകുമ്പോൾ തിരിച്ചറിയ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ ദൈവം പറഞ്ഞ ഈ നോഹയ്ക്ക് ലഭിച്ച ഈ യോഗ്യത നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീയും പ്രവേശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് 3 യോഗ്യതകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ പെട്ടകത്തിൻ്റെ വാതിൽ ഇതുവരെയും അടഞ്ഞിട്ടില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.